പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നബിദിനം ആഘോഷിച്ചതിന് തെളിവില്ല എന്ന് പറഞ്ഞെങ്കിലും മുൻകാല പണ്ഡിതന്മാരായ ഇബ്നു ഹജർ മുൻകാല പണ്ഡിതന്മാർ ബിദ്അത്തുൽ ഹസന എന്ന രീതിയിൽ നബിദിനം ആഘോഷിക്കാം എന്ന് തെളിവ് പറഞ്ഞതായി സാധാരണ നമ്മളിത് കേൾക്കാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? വളരെ പിൽക്കാലക്കാരായ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം നബിദിനാഘോഷത്തിന് തെളിവായി ഉദ്ധരിക്കാറുണ്ടല്ലോ. അവർ ബിദ്അത്തുൻ ഹസന എന്നാണല്ലോ പറഞ്ഞത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ്. ഈ ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അവർ പറഞ്ഞ വാചകങ്ങൾ വെച്ചുകൊണ്ട് പരിശോധിച്ചാൽ പോലും നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന ഈ ആഘോഷങ്ങൾ അതിലേക്ക് ചേർത്ത് പറയാൻ കഴിയുന്നതല്ല എന്ന് ആ വാചകം ഒന്ന് നന്നായി വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും അവരെന്താണ് പറഞ്ഞത് എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചാൽ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ നബിദിനം എന്ന പേരിൽ നടത്തുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് തെളിവാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ പറഞ്ഞുതരാം. ബഹുമാനനായ ഇമാം സുയൂത്തി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഹാവിലിൽ ഫതാവയിൽ ഹുസ്നുൽ മഖ്സിദ് ഫി അമലിൽ മൗലിദ് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു റിസാലയുണ്ട്. ആ റിസാലയിൽ നിന്നാണിത് സാധാരണ വായിക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു ചോദ്യം വന്നു. ഫഖദ് വഖഅ സുആൽ അൻ അമലിൽ മൗലിദിൻ നബവി ഫി ഷഹ്ർ റബീഉൽ അവൽ മാ ഹുക്മുഹു മിൻ ഹൈസു ശർഅ് വഹൽ ഹുവ മഹ്മൂദ് ഔ മദ്മൂം വഹൽ യുസാബു ഫാഇലുഹു ഔ ലാ. അതായത് നാട്ടിലിപ്പോൾ ആളുകൾ റബീഉൽ അവൽ മാസത്തിൽ നബിയുടെ മൗലിദ് എന്ന പേരിൽ ചില സംഗതികൾ നടത്തി വരുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഹുക്കും എന്താണ്? ഇത് നല്ലതാണോ മോശമാണോ? നിങ്ങൾ മനസ്സിലാക്കണം. ഏതാണ്ട് 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ് സുയൂത്തി ഇമാം. അദ്ദേഹത്തോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഈ ചോദ്യം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതെന്താണ്. ആ കാലഘട്ടത്തിൽ പോലും ഇത് സുബൂത്തായിട്ടില്ല. മനസ്സിലാക്കണം. പിൽക്കാലഘട്ടത്തിൽ വന്നൊരു പണ്ഡിതനോട് പോയി ചോദിക്കുകയാണ് നബിദിനം മൗലിദ് കഴിക്കൽ നല്ലതാണോ, അതിൻ്റെ ഹുക്കും എന്താണെന്ന് ചോദിക്കണമെങ്കിൽ ഇത് റസൂലുള്ളാഹിയുടെ കാലം മുതൽ ഇങ്ങനെ തുടർന്ന് വരുന്ന സംഗതിയാണെങ്കിൽ ഇപ്പോൾ റമദാൻ മാസത്തിൽ നോമ്പ് നോക്കുക എന്നുള്ളത് അതിൻ്റെ ഹുക്കും എന്താണ്, വിധി എന്താണ്, നല്ലതാണോ മോശമാണോ എന്ന് ആരെങ്കിലും ഫത്വ ചോദിക്കുമോ? അതും പിൽക്കാലഘട്ടത്തിൽ 7-ാം നൂറ്റാണ്ടിലേക്ക് വന്നിട്ട് എന്ത് റമദാനിൽ നോമ്പ് നോക്കൽ അത് നല്ലതാണോ മോശമാണോ? അപ്പോൾ ആ ചോദ്യം തന്നെ ഒരപകടം മണക്കുന്നതാണ്, അല്ലെങ്കിൽ ഇത് നേരത്തെ ഉള്ളതല്ല എന്നത് ബോധ്യപ്പെടുത്തുന്നതാണ്. ഈ ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു ഇന്ദി അന്ന അസ്ല അമലിൽ മൗലിദ് അല്ലദി ഹുവ ഇജ്തിമാഉൻ നാസ് വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആൻ വറിവായത്തുൽ അഖ്ബാരിൽ വാരിദ ഫി മബ്ദഇ അംരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ വഖഅ ഫി മൗലിദിഹി മിനൽ ആയാതി ثم يمد لهم صمات يأكلونه وينصرفون من غير زيادة على ذلك هو من البدع الحسنة എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? അതേ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ഒരുമിച്ച് കൂടുന്നു, എന്നിട്ട് ഖുർആനിൽ നിന്ന് കുറച്ച് ആയത്ത് ഓതുന്നു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിൽ അല്ലെങ്കിൽ പ്രവാചകൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് വാരിദായി വന്നിട്ടുള്ള സ്വഹീഹായ റിപ്പോർട്ടുകൾ അതിങ്ങനെ പറയുന്നു. അതുപോലെ തന്നെ അന്ന് സംഭവിച്ച ആയാത്തുകളെ സംബന്ധിച്ച് പറയുന്നു. പിന്നെ അവർക്കിടയിൽ മുന്നിൽ സുപ്ര വിരിച്ച് അവർ ഭക്ഷണം കഴിക്കുന്നു. വയൻസരിഫൂന, എന്നിട്ട് അവർ പിരിഞ്ഞു പോകുന്നു. മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക്, ഇതിനപ്പുറത്ത് ഒരു കാര്യവും ചെയ്യുന്നില്ല എങ്കിൽ ഹുവ മിനൽ ബിദ്അൽ ഹസന, ഇത് നല്ല ബിദ്അത്താണ്. എന്നിട്ട് സുന്നത്താണ് എന്ന് പറയാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് ധൈര്യം കാണിച്ചില്ല. അദ്ദേഹം പറഞ്ഞെന്താണ്? ഖുർആൻ ഓതുക, വാരിദായ ഹദീസ് പറയുക, ഭക്ഷണം കഴിക്കുക, പിരിഞ്ഞു പോവുക, ഇതിൽ നിന്ന് ഒരു അണു അളവ് അപ്പുറത്തേക്ക് ചാടാൻ പാടില്ല. അങ്ങനെ ചാടിയാൽ അത് ബിദ്അത്തും മദ്മൂമ, മോശമായ ബിദ്അത്താവും. നല്ല ബിദ്അത്ത് എന്ന് പറയണമെങ്കിൽ പോലും ഇത്രേ പറ്റുള്ളൂ. അപ്പോൾ ഒരാൾ കൊടിതോരണം കെട്ടിയാലോ, ഒരാൾ ഈ പറയുന്നത് പോലെ ഘോഷയാത്ര നടത്തിയാലോ, ഒരാൾ ഈ പറയുന്നത് പോലെ ഈ റസൂലുള്ളാഹിയുടെ
ജന്മവുമായി 63 ചെമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ പല ആചാരങ്ങൾ നടത്തുന്നത്. ഇത്തരം സംഗതികൾ നടത്തിയാലോ അത് ഈ പറയുന്ന ബിദ്അത്തും മദ്മൂമയിലാണ് വിടുക. അപ്പോൾ സുയൂത്തി ഇമാം പറഞ്ഞു, അല്ലെങ്കിൽ ഇത്തരം ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞാൽ തന്നെയും അവർ നല്ല ബിദ്അത്ത് എന്ന് പറയുന്നത് പോലും ഇത്രയും സംഗതികൾക്കാണ്, അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അത് മെൻഷൻ ചെയ്തു പറഞ്ഞു, മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക്, ഇതിനപ്പുറം വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലും അത് സുന്നത്താണ്, നല്ല കാര്യം എന്ന് പറഞ്ഞ് നിർത്തിപ്പോവുകയല്ല. നേരെ മറിച്ച് അത് ബിദ്അത്തുൻ ഹസന മിനൽ ബിദ്അൽ ഹസന, അത് നല്ല ബിദ്അത്തിൽപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചു പോകുന്നത്. എന്നാൽ അതിനെ ഖണ്ഡിച്ച പണ്ഡിതന്മാർ നിരവധിയുണ്ട്, അതിനെതിരെ പറഞ്ഞ പണ്ഡിതന്മാർ നിരവധിയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇമാം ഫാക്കിഹാനി അദ്ദേഹം പറഞ്ഞു ഒരു നിലക്കും അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നമ്മെ സംബന്ധിച്ചത് അത് അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞ വാചകം വലാ യുൻഖലു അമലുഹു അൻ ഹദി മിനൽ ഉലമാഇൽ ഉമ്മത്തിൽ ലദീന ഹുമുൽ ഖുദവതു ഫിദ്ദീനിൽ മുതമസ്സികൂന ബിആഥാരിൽ മുതഖദ്ദിമീന ബൽ ഹുവ ബിദ്അത്തുൻ അഹ്ദഥഹൽ ബത്താലൂന വശഹവതു നഫ്സിൻ ഇഅ്തനാ ബിഹൽ അക്കാലൂൻ. ഇതിനെതിരെ പറഞ്ഞ ആളാണ് മഹാനായ ഇമാം ഫാക്കിഹാനി റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞു ഒരു നിലക്കും ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കാരണം പരിഗണനീയരായ ഒരു പണ്ഡിതനിൽ നിന്നും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഇത് കുറേ ചാപ്പാട്ട് വീരന്മാരായ ആളുകൾ നിർമ്മിച്ചുണ്ടാക്കിയ ബിദ്അത്താണ് എന്ന് മാത്രമല്ല, ബിദലീലിൻ അന്ന ഇദാ അർദ്ന അലൈഹി الأحكام الخمسة قلنا إما أن يكون واجبا أو مندوبا أو مباحا أو مكروها أو محرما وليس بواجب إجماعا ولا مندوبا لأن حقيقة المندوب ما طلبه الشرع من غير ضمن على تركه وهذا لم يأذن به فيه الشرع ولا فعله الصحابة ولا التابعون المتدينون فيما علمت وهذا جوابي عنه بين يدي الله تعالى إن عنه سئلت ولا جائز أن يكون مباحا لأن الابتداع في الدين ليس مباحا بإجماع المسلمين فلم يبق إلا أن يكون مكروها أو حراما. أنا إمام فاكهان رحمه الله برنجد أده فهذا جوابي عنه بين يدي الله تعالى إن عنه سئلت. നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് എന്നെ വിചാരണ ചെയ്യുന്ന സമയത്ത് പോലും ഈ സമ്പ്രദായത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ജായിസാണെന്ന് പറയാൻ കഴിയില്ല, സുന്നത്താണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത് സുന്നത്താണ് എന്ന് പറയണമെങ്കിൽ റസൂലുള്ളാഹിയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വരണം, അല്ലെങ്കിൽ ദീനിയായ നിലക്ക് ശറഇൽ അത് സ്ഥിരപ്പെട്ട് വരണം, എങ്കിൽ അത് സുന്നത്താണെങ്കിലും പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഒന്നുകിൽ മക്രൂഹെന്നോ അല്ലെങ്കിൽ ഹറാമെന്നേ പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ സുന്നത്ത് എന്നോ അതല്ലെങ്കിൽ നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ട് പരിഗണിക്കുന്ന സാഹചര്യമോ ഒന്നും തന്നെ പറ്റുകയില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഇമാം ഫാക്കിഹാനി പറയാണ്. അത് അള്ളാഹുവിൻ്റെ മുന്നിൽ നിർത്തി എന്നെ ചോദിച്ചാലും എനിക്ക് പറയാനുള്ള മറുപടി അതെ, ഇത് ഈ രണ്ട് ഗണത്തിലാണ്, ഹുക്കുമുകളിലാണ് പെടുത്താൻ കഴിയുക എന്ന് വിശദീകരിച്ച ഉലമാഇനെയും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പിൽക്കാലഘട്ടത്തിൽ, വളരെ പിൽക്കാലഘട്ടത്തിൽ ചോദിക്കപ്പെട്ടൊരു ചോദ്യം, ആ ചോദ്യത്തിന് നൽകപ്പെട്ട മറുപടിയിൽ പോലും നല്ല ബിദ്അത്ത് എന്ന് ഓമനിച്ച് പറയാനേ അവർക്ക് ധൈര്യം വന്നിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ നാട്ടിൽ ഇന്ന് മുസ്ലിയാക്കന്മാർ ആയത്തോതിയിട്ടാണ് തെളിവ് പറയുന്നത്. ആയത്ത്, ഖുർആനിലൊരു ആയത്തുണ്ടെങ്കിൽ പിന്നെ അതിന് ബിദ്അത്തുൻ ഹസന എന്ന് പറയണോ, നല്ല ബിദ്അത്ത് എന്ന് പറയണോ? അത് സുന്നത്ത് എന്നോ അല്ലെങ്കിൽ അല്ലാഹ് കൽപ്പിച്ച കാര്യം അത് വാജിബ് എന്നൊക്കെ അല്ലേ പറയുന്നുണ്ടത്. പക്ഷേ ഈ വിഷയത്തിൽ വളരെ വിശദമായി സംസാരിച്ച പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞ ഒരു കാര്യം, ഇത് ഒരിക്കലും സുന്നത്ത് എന്ന് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ ജായിസ് എന്ന് പറയാൻ കഴിയില്ല, വാജിബ് എന്ന് പറയാൻ കഴിയില്ല, മക്രൂഹ്, ഹറാം ഈ ഗണത്തിലല്ലാതെ ഇതിനെ പെടുത്താൻ കഴിയില്ല എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ച ഉലമാ പറഞ്ഞത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം.